വെസ്റ്റ് ബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ മമതാ ബാനർജി പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും BJPയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നമ്മുടെ ഇതിൽ കാണേണ്ടത്. പശ്ചിമ ബംഗാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പരാജയപ്പെട്ടവൻ ഇല്ലാതാവുന്ന ഒരു ചരിത്രമാണ്. BJPക്ക് നഗരമധ്യത്തിലൊന്നും അങ്ങനെ വലിയ സ്വീകാര്യതയൊന്നും ഇല്ലെങ്കിൽ പോലും പല പ്രദേശങ്ങളിലും അവർക്ക് കുറച്ചും കൂടി മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടത്. നരേന്ദ്രമോദി അവിടെ എത്ര റാലി നടത്തിയാലും അമിത്ഷാ അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയാലും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ BJPക്ക് അധികാരത്തിലെത്താൻ പറ്റുന്നതല്ല എന്നുള്ള കാണേണ്ടത്. രാജേട്ട നമസ്കാരം. രാജേട്ട, കള്ളിക്കട്ട് എന്ന് പറയുന്ന കൊൽക്കട്ടയിലെ ഒരു ചെറിയ പ്രദേശം, അത്യാവശ്യം വികസിതമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടുത്തെ ഒരു ചെറിയ വീട്ടിൽ എനിക്ക് തോന്നുന്നു മദർ തെരേസ ഒക്കെ ഉടുത്തിരുന്ന സാരി പോലത്തെ അതിനോട് സമാനമായ രീതിയിലുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സാരി ഉടുത്ത് കാലിൽ ഒരു റബ്ബർ ചെരുപ്പൊക്കെ ഇട്ട് ആഭരണങ്ങളൊന്നും ധരിക്കാതെ ഒരു സ്ത്രീ പൊരുതി നേടി എന്ന് തന്നെ പറയേണ്ടി വരും. വെസ്റ്റ് ബംഗാളിൻ്റെ കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. അവരെ അട്ടിമറിക്കും ഇത്തവണ എന്നുള്ളൊരു വാശിയിലാണ് BJPയും കേന്ദ്ര സർക്കാരും ഉള്ളത്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് മമതാ ബാനർജി എന്ന് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല. എനിക്ക് ഒരു പ്രാവശ്യം ദീദിയെ നേരിട്ട് കാണാനും അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജി ഒന്നിലധികം പ്രാവശ്യം നേരിട്ട് കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് ഓഫീസിൽ തന്നെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റി ഞാൻ നേരിട്ടുണ്ട്. രാജേഷേട്ടൻ എനിക്ക് തോന്നുന്നു ഫംഗ്ഷനായപ്പോൾ കണ്ടിട്ടുണ്ടെന്നിരിക്കും. 2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ദീദി വെസ്റ്റ് ബംഗാളിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് BJPയുടെ ഒരു വാദം. കാരണം വെച്ചാൽ SIRമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 1 കോടിക്കടുത്ത് വോട്ടുകൾ കട്ട് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഇപ്രാവശ്യം വെസ്റ്റ് ബംഗാൾ പിടിച്ചടക്കും എന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള അവകാശവാദമുള്ളത്. പക്ഷേ ഒന്ന് പറയേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ മമതാ ബാനർജി പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ അന്ത്യത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും എന്ന ഒരു ഓർമ്മ വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസിനും വെസ്റ്റ് ബംഗാളിലെ CPMനും ഉണ്ടായിരിക്കണം എന്നൊരു ഉപദേശം കൂടി ഈ ചർച്ചയിൽ നമുക്ക് നൽകാറുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ? ഇപ്പോൾ CB സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അപ്പം കേരളത്തിൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ആസാമിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന പോലെയല്ല പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടത്തിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23-ാം തീയതിയും പിന്നെ 29-ാം തീയതിയും 2 ഘട്ടത്തിലാണ്. അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 3 തവണയായിട്ട് തുടർച്ചയായി ഭരണ തുടർച്ചയുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. 3 തവണയും മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ്. 4ാം ടേമിലേക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഭവാനിപ്പൂരിലാണ് ഇത്തവണ അവർ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മമതാ ബാനർജി മത്സരിച്ച് നന്ദിഗ്രാമിൽ മത്സരിച്ചു, നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടു. അന്ന് എതിരാളിയായിരുന്നത് സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ആദ്യം തൃണമൂലിൻ്റെ കൂടെയായിരുന്നു. ഏറ്റവും മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സുവേന്ദു അധികാരി. പക്ഷേ പിന്നീട് അവരുടെ ബന്ധുക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള അഭിഷേക് ബാനർജിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിടുകയും അദ്ദേഹം BJPയിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്തു. BJPയിൽ അദ്ദേഹം അഭയം പ്രാപിക്കുന്ന സമയത്ത് BJP നടത്തിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, പശ്ചിമ ബംഗാളിൻ്റെ അധികാരം ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം BJP എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ BJP നടത്തിയ ഏറ്റവും വലിയ പ്രൊപ്പഗണ്ട ഒന്നും അവിടെ ഫലം കണ്ടില്ല. വീണ്ടും മമതാ ബാനർജി അധികാരത്തിലേക്ക് വരുന്നു. അവർ നന്ദിഗ്രാമിൽ തോറ്റു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സുവേന്ദു അധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവേ ആവാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. ഇത്തവണ ഭവാനിപ്പൂരിൽ കഴിഞ്ഞ തവണ പിന്നീട് ഭവാനിപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA രാജിവെക്കുകയും അവിടെ മത്സരിച്ചാണ് ഉപതെരഞ്ഞെടുപ്പിലാണ് മമതാ ബാനർജി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതും 58,394 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവരവിടെ വിജയിച്ചു കയറിയത്. അതാണ് 84,000 സംതിങ് വോട്ടാണ് അവർക്ക് മൊത്തം ലഭിച്ചിരുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് SIR നടപ്പിലാക്കിയതിലൂടെ ഏതാണ്ട് 94 ലക്ഷത്തിലേറെ വോട്ടുകൾ പശ്ചിമ ബംഗാളിൽ നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ആരുടെ വോട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും തിരിച്ചടി കിട്ടുക എന്നുള്ളതാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞത്. കാരണം ഈ SIR നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ധൃതിയും അതുപോലെ തന്നെ അതിനെതിരെ മമതാ ബാനർജി പ്രൊട്ടക്ട് ചെയ്യുകയും അവർ കോട്ടണിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി വാദിക്കുക വരെ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് വിധേനയും ഇത്തവണ അധികാരത്തിലെത്താൻ BJPക്ക് കഴിഞ്ഞില്ലെങ്കിൽ
പിന്നീട് ഒരിക്കൽ പോലും അവിടെ മമതാ ബാനർജിക്ക് ഒരു എതിരായിട്ട് BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും BJPയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നമ്മുടെ ഇതിൽ കാണേണ്ടത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചു, കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ ഭരണത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ സ്വരം ഉണ്ടാകുമോ? അല്ല, മാത്രമല്ല അതിലൊരു വേറൊരു പ്രത്യേകതയുള്ളത്, പശ്ചിമ ബംഗാളിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ദീർഘകാലം കോൺഗ്രസ് ആയിരുന്നു പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത്. പിന്നീട് അവിടെ ജ്യോതിബാസുവിൻ്റെ നേതൃത്വത്തിലുള്ള CPM എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ആയിരുന്നു ദീർഘകാലം, 34 വർഷക്കാലം CPM അവിടെ സർക്കാരിന് നേതൃത്വം നൽകി. പക്ഷേ നന്ദിഗ്രാമിലും ഒക്കെ വെടിവെപ്പുണ്ടാവുകയും നന്ദിഗ്രാമിലും സിന്ദൂരിലൊക്കെ വെടിവെപ്പുണ്ടാവുകയും നിരവധി കർഷകർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് അവിടെ CPMൻ്റെ ആധിപത്യം എന്നേക്കുമായി ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് കഴിഞ്ഞ 3 ടേമിലായിട്ട്, അതായത് കഴിഞ്ഞ 15 വർഷക്കാലമായി തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മമതാ ബാനർജി ഭരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭരണത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടാൽ ആ പാർട്ടിക്ക് പിന്നീട് ഭരണത്തിലേക്ക് തിരിച്ചെത്തുവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ പശ്ചിമ ബംഗാളിന്റെ ഈ ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ എടുത്ത് പരിശോധിക്കുമ്പോൾ. ഓരോ കക്ഷിയും ദീർഘകാലം ഭരിക്കുന്നു, പിന്നീട് ജനങ്ങളാൽ വെറുക്കപ്പെടുന്നു, ആ പാർട്ടി അവിടെ ഇല്ലാതാവുന്നു. പിന്നീട് നമുക്കറിയാം, മമതാ ബാനർജിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് CPM-ഉം കോൺഗ്രസും കൈകൊടുത്തു. ഒരു ഭാഗത്ത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള മുന്നണി, മറുഭാഗത്ത് BJP, മറ്റൊരു ഭാഗത്ത് മമതാ ബാനർജി. അതായിരുന്നു ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. CPM-ന് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. അവർ ഒരുമിച്ചപ്പോൾ ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. അതേസമയം കോൺഗ്രസിന് 2 സീറ്റ് കിട്ടി. ഇത്തവണ കോൺഗ്രസ് സെപ്പറേറ്റ് ആണ്, CPM സെപ്പറേറ്റ് ആണ്, BJP സെപ്പറേറ്റ് ആണ്, മമതാ ബാനർജി സെപ്പറേറ്റ് ആണ്. ഈ മമതാ ബാനർജി ഈ 3 രാഷ്ട്രീയ കക്ഷികളെയും ഒരേപോലെ നേരിടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത. ഇതിനൊരു വസ്തുത രാഷ്ട്രം പറഞ്ഞതിനുള്ളത്, കോൺഗ്രസ് ആയിരുന്നു മമതാ ബാനർജി ആദ്യം. ഈ മമതാ ബാനർജി കോൺഗ്രസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ചിട്ടുണ്ട് അന്നത്തെ LDF സർക്കാർ, അതായത് CPM സർക്കാരിനെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരിക്കലും സാധ്യമായിരുന്നില്ല. കാരണം പ്രണബ് മുഖർജിയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ പലപ്പോഴും ഈ മമതാ ബാനർജിക്ക് ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ മമതാ ബാനർജിക്ക് നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് കൊണ്ടാണ് അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയൊക്കെ ആയിട്ട് അവിടെ നിലനിന്നത്. എന്നാൽ പിന്നീട് ഈ പ്രണബ് മുഖർജിയൊക്കെ ആയിട്ട് തന്നെയുള്ള ഒരു അസ്വസ്ഥതയെ തുടർന്ന് ആണ് ഇവർ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രൂപം കൊടുക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാവുകയും നന്ദിഗ്രാമിലും സിന്ദൂരിലുമൊക്കെ ഒരു കാർ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങളിലൂടെയാണ് CPM-ന്റെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CPM അധികാരത്തിൽ വരികയും CPM വളരെയധികം കാലം അവിടെ ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ട് അവിടെ BJP ആണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ ഒരു 10-15 വർഷം BJP തന്നെ മുൻപോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും. പശ്ചിമ ബംഗാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പരാജയപ്പെട്ടവൻ ഇല്ലാതാവുന്ന ഒരു ചരിത്രമാണ്. മാത്രമല്ല അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത, ഇപ്പം CPM ഇത്തവണ ഒരു 10 സീറ്റെങ്കിലും നേടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ചിലപ്പോൾ 2 സീറ്റൊക്കെ CPM-ന് കിട്ടിയേക്കും, അതിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവർ സെപ്പറേറ്റ് ചെയ്തത് പലർക്കും ഗുണകരമാവും എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തെ അവിടെയുള്ള സാധാരണക്കാരായ 2 രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അതിനെ സ്വീകരിച്ചില്ല എന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സീറ്റൊക്കെ കിട്ടാതെ പോയത്. ഇപ്പം CPM അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ഉണ്ട്. പക്ഷേ CPM-ന് ഒരു ഭരണത്തിലേക്കൊക്കെ തിരിച്ചെത്താൻ പറ്റുന്നത്ര ശക്തി അവിടെ ഇല്ല. മാത്രമല്ല CPM-ന് ഇപ്പം പഴയ അല്ല, ഒരുപാട് യുവാക്കൾ CPM-മായി സഹകരിച്ചു പോകുന്നുണ്ട്. കോൺഗ്രസ്സിലും നമുക്ക് കാണാവുന്നത് കുറേ യുവാക്കൾ കോൺഗ്രസുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം BJP-ക്ക് നഗരമധ്യത്തിലൊന്നും അങ്ങനെ വലിയ സ്വീകാര്യതയൊന്നും ഇല്ലെങ്കിൽ പോലും പല പ്രദേശങ്ങളിലും അവർക്ക് കുറച്ചും കൂടി മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ SIR നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ വോട്ട് ആർക്കൊക്കെ ആയിരിക്കും നഷ്ടപ്പെട്ടത്? ഇപ്പം മുസ്ലിം വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ നീക്കപ്പെട്ടത് എന്നായിരുന്നു ഉണ്ടാക്കിയ ഒരു വലിയ പ്രചരണം. പക്ഷേ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ 94 ലക്ഷത്തിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം മുസ്ലിം വോട്ടും ബാക്കി ബഹുഭൂരിപക്ഷം വോട്ട് ഇല്ലാതായത് ഹിന്ദു വോട്ടുകളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബംഗാളിൽ നിന്നും നുഴഞ്ഞു കയറി അനധികൃതമായി താമസിച്ച നിരവധി മുസ്ലിങ്ങൾക്ക് പിന്നീട് മമതാ ബാനർജി സർക്കാർ വ്യാജരേഖകൾ കൊടുത്ത് അവരെ പൗരന്മാരാക്കി മാറ്റി അവർക്ക് അവിടെ വോട്ടവകാശം ഉണ്ടാക്കി കൊടുത്ത് ആണ്
മമതാ ബാനർജി കഴിഞ്ഞ 3 ടേമിലായിട്ട് വിജയിച്ചു വരുന്നതെന്നായിരുന്നു ഏറ്റവും വലിയ ആരോപണം. പക്ഷെ ആ ആരോപണം അത്ര ശരിയല്ല എന്നുള്ളതാണ്. അത് പൊളിയുകയാണ്. ഇപ്പോൾ പണ്ട് നോട്ട് നിരോധിക്കുന്ന സമയത്ത് കളർവോട്ടുകളാണ് ഇവിടെ അധികം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ കളനോട്ടുകളൊന്നും അധികം കണ്ടില്ല എന്നതുപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ഈ SIR നടപ്പിലാക്കിയതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഈ SIR നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട അവിടെ വലിയ രീതിയിലെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി BJPക്ക് വോട്ട് ചെയ്തപ്പെട്ട ആളുകൾ പോലും ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്താവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തവർ, തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരുടെ വോട്ട് മാത്രമാണ് നീക്കപ്പെട്ടത് എന്ന് കരുതരുത്. അതുകൊണ്ട് മമതാ ബാനർജി ഇത്തവണ പരാജയപ്പെടാനുള്ള സാഹചര്യം അവിടെ വളരെ കുറവാണ്. പക്ഷേ BJP കുറച്ചും കൂടി അവരെ നില മെച്ചപ്പെടുത്തുമെന്നല്ലാതെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിപ്പം നമ്മൾ നരേന്ദ്രമോദി അവിടെ എത്ര റാലി നടത്തിയാലും അമിത്ഷാ അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയാലും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ BJPക്ക് അധികാരത്തിലെത്താൻ പറ്റുന്നതല്ല എന്നുള്ള കാണേണ്ടത്. അതേസമയം ഈ CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ മമതാ ബാനർജി ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ BJP കയറും. അതുകൊണ്ട് ഇവർ സെപ്പറേറ്റ് നിൽക്കുന്നതാണ് ഇപ്പം ദീദിയുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇവർ 3 പേര് സെപ്പറേറ്റ് നിൽക്കുന്നത്. BJP ഇത്തവണ അധികാരത്തിൽ വരില്ല എന്നത് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് കണക്കൂട്ടേണ്ടത്.